മാഷാ അല്ലാ, നല്ല മനോഹരമായിട്ട് ഖിറാത്ത് അവതരിപ്പിച്ചു. അള്ളാഹു ഇനിയും ഖുർആനിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു എല്ലാവർക്കും ഉയർച്ചകൾ നൽകുമാറാവട്ടെ. ഒരാൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അറിയോ? കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിന് അതിൻ്റെ സമയമായി മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഒരാളൊരു വിദ്യാർത്ഥി കാണാൻ നല്ല ഭംഗിയുള്ള യൂണിഫോമൊക്കെ ധരിച്ചിട്ടുണ്ട്, കയ്യിലൊരു ബാഗുണ്ട്. ആ ട്രെയിൻ മൂവായി തുടങ്ങിയപ്പോൾ ഓടി വരുന്നുണ്ടായി. അപ്പോൾ ട്രെയിനിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഒരാളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ആ കുട്ടിയുടെ ഓട്ടം കണ്ടിട്ട് അയാളിങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചോനായ കുട്ടിക്കൊന്നും സംഭവിക്കല്ലേ, ആ കുട്ടി ഇപ്പോൾ ട്രെയിനിൽ കയറും. ട്രെയിനാണെങ്കിൽ ഇങ്ങനെ ഫാസ്റ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി ഇങ്ങനെ കയറാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ ആ കുട്ടി ഓടി പിടിച്ച് ട്രെയിനിൻ്റെ ആ കമ്പിയിൽ പിടിച്ചിട്ട് ഡോർ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ കുറച്ച് സമയം നിന്നിട്ട് ഇങ്ങനെ ഒരു ബ്രീത്തിങ് അങ്ങ് വിടുകയാണ്. സമാധാനമായി, ആശ്വാസമായി. എന്നിട്ട് കുറച്ച് സമയം അവിടെ ഇങ്ങനെ നിന്നിട്ട് തൊട്ടടുത്തുള്ള സീറ്റിൽ പോയിട്ട് അദ്ദേഹം ആ കുട്ടി അവിടെ ഇരുന്നു. ആ അടുത്തിരുന്ന ആ സീറ്റിൽ പോയിരുന്നിടത്തുള്ള ആളായിരുന്നു ജനൽ കൂടി ഇങ്ങനെ ഈ കുട്ടി ഓടി വരുന്നത് കണ്ടതും മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ച ആളും. അദ്ദേഹം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ കുട്ടിയൊന്ന് സമാധാനമായി റിലാക്സായി വന്നതിന് ശേഷം ആ കുട്ടിയോട് ചോദിച്ച്, നീ എവിടത്തേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി ആളെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞ്, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഈ ഒരു അനുഭവം നമ്മൾപ്പെട്ട ആർക്കെങ്കിലാണ് ഉണ്ടായതെങ്കിൽ ഏത് രീതിയിലാണ് എവിടെയാണ് പോകുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ കുട്ടിയോട് നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുക? ആ ഒരു അനുഭവം ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളിൽ പല ആൾക്കാരും ഒരു കാലത്ത് പഠിച്ചുകൊണ്ടിരുന്ന ഞാനടക്കമുള്ള ആൾക്കാരടക്കം നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള മറുപടി എന്താ? ഇപ്പോഴും പല ആൾക്കുള്ള മറുപടി എന്താ? എന്തിനാ പഠിക്കുന്നത്, എന്താ കിട്ടാ പഠിച്ചാലെന്ന് ചോദിച്ചതിനുള്ള മറുപടി എന്തായിരിക്കും? എനിക്ക് വലിയ ലക്ഷ്യമൊന്നുമില്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഗോൾ പോസ്റ്റ് എന്തായിരിക്കണം? നമ്മൾ എങ്ങനെ പഠിക്കണം? നമ്മുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ എന്താണ്? സാധാരണ രീതിയിൽ നമുക്കൊരു മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഈ തലവേദന വന്നതിനാൽ ഒരു മെഡിക്കൽ ഷോപ്പിന് ഒരു ഗവൺമെൻറ് റൂൾസാണ്, ഒരാൾ വന്നിട്ട് എനിക്ക് തലവേദന എടുക്കുന്നു, ഗുളിക വേണം എന്ന് പറഞ്ഞതിനാൽ മെഡിക്കൽ ഷോപ്പർ എന്താക്കാൻ പാടില്ല, ആ ഗുളിക കൊടുക്കാൻ വേണ്ടി പാടില്ല. എന്ത് ചെയ്യണം? ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, ഗുളിക കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് റൂൾസാണ്. ഈ റൂൾസ് തെറ്റിച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിന് എന്തുണ്ടാവും? പിഴ ഉണ്ടാവും, അറസ്റ്റ് വാറണ്ട് വരെ ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തലവേദന ഒരാൾക്ക് വരണമെങ്കിൽ പല കാരണങ്ങളുണ്ടാവും. ഇന്ന് മൈഗ്രെയിനെ കുറിച്ചിട്ട് സയൻസ് പറയുന്നത് 100ൽ കൂടുതൽ കാരണത്തിൻ്റെ പേരിൽ തലവേദന ഉണ്ടാവും എന്നുള്ളതാണ്. എല്ലാവരുടെയും പ്രശ്നം എന്താണ്? മൈഗ്രെയിനിലുള്ള എല്ലാവരുടെയും പ്രശ്നം എന്താണ്? തലവേദനയാണ്. പക്ഷേ ഈ വരുന്ന ഓരോ ആൾക്കാർക്കുള്ള റീസൺ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഓരോരാൾക്ക് വ്യത്യസ്തമായ കാരണമായിരിക്കും. അപ്പോൾ ഈ കാരണം കണ്ടെത്താണ്ട് അതിന് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റൂല. എന്ന് പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും രാവിലെ 24 മണിക്കൂർ സമയം അല്ലേ, നമ്മൾ 24, പ്രത്യേകിച്ച് മദ്രസയിലൊക്കെ താമസിച്ച് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ രാത്രി 10-11 മണി വരെയും രാവിലെ സുബഹിക്ക് 4 മണി മുതൽ വീണ്ടും ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ 24 മണിക്കൂർ സമയം ഇതിനാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. നമ്മൾ സ്വപ്നം കാണുന്നത് പോലും ചിലപ്പോൾ എന്തായിരിക്കും? ഉസ്താദിന് പുതിയപാഠം കൊടുക്കുന്നത്, തെറ്റുന്നത്, അടി കിട്ടുന്നത്, രാവിലെ എണീറ്റ് ഓടുന്നതെന്നൊക്കെ എന്തായിരിക്കും? ആ ബ്രഷ് എടുത്തിട്ട് നമ്മളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ, നിങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നത്. നമ്മൾ ആ ബ്രഷ് എടുത്തിട്ട് പല്ലേക്കാൻ വേണ്ടി പോകുന്ന സമയത്തിൽ നമ്മളിങ്ങനെ ഉസ്താദിനെ കേൾപ്പിക്കേണ്ട പാടെ ഇങ്ങനെ ഓതിക്കോ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും.
പക്ഷേ അവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? പാഠം തെറ്റുന്നുണ്ടാവും. അപ്പോൾ തെറ്റുമ്പോൾ എല്ലാവരും പറയുന്ന പരാതി എന്താ? ഉസ്താദ് നല്ല പഠിച്ചിന് ഉസ്താദ്, ഞാൻ നല്ലോണം നോക്കീന്, ആടെ വൃത്തിക്ക് കേൾപ്പിച്ചിന്, ഞാൻ ചങ്ങായിനെ കേൾപ്പിച്ചിന്, എൻ്റെ ജോഡിനെ കേൾപ്പിച്ചിന്, ഉപ്പാനെ വീട്ടിൽ നിന്ന് കേൾപ്പിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ എന്താണെന്ന് അറിയില്ല. ഓന് വീട്ടിലേക്ക് പോയിട്ട് കരയും, ഉമ്മാനടുത്ത് ഞാൻ പാഠം ഉസ്താദിനെ കേൾപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഉമ്മ വിളിക്കും ഉസ്താദിനെ, ഓൻ എന്നെ കേൾപ്പിച്ചിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വന്നത്, പിന്നെ എന്താ അടുത്ത് സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും പാഠം തെറ്റുന്നുണ്ട്. നമ്മളെല്ലാവരും അതിനാകെ പറയുന്ന റീപ്ലൈ എന്താണ്? എന്തുകൊണ്ട് തെറ്റിയ റീസൺ എന്താണ്? ഞാൻ പഠിച്ചിരുന്നു പക്ഷെ കിട്ടുന്നില്ല. അപ്പം ഇതിന് നേരത്തെ ഞാൻ തലവേദനയുടെ ഉദാഹരണം പറഞ്ഞതുപോലെ ഒരാൾക്ക്, ഒരു കുട്ടിക്ക് പാഠം തെറ്റുന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാരണമായിരിക്കും. ചില കുട്ടിക്ക് എന്തായിരിക്കും പ്രശ്നം? പേടിയായിരിക്കും, ഉസ്താദിനോടുള്ള പേടിയായിരിക്കും. ഇപ്പോഴത്തെ ഉസ്താദന്മാരെ പേടിക്കേണ്ട ആവശ്യമില്ല. മുമ്പൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ചിരിയല്ല, ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ പേടി കൊണ്ടായിരിക്കാം. ചില കുട്ടികളോ പാഠം പഠിച്ചിട്ടുണ്ടാവില്ല, ചില കുട്ടികൾക്ക് ആവർത്തനം കുറവായിരിക്കും, ചിലക്കാർക്ക് ശ്രദ്ധ കുറവായിരിക്കും, അങ്ങനെ പല റീസൺ ഉണ്ടാവും. അപ്പം എന്താണ് എൻ്റെ പ്രശ്നം എന്ന് കണ്ടെത്തിയിട്ട് ഒരു ഗോൾ പോസ്റ്റ് നിശ്ചയിച്ചിട്ട് അതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളെ പഠനങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ രീതിയിൽ ഈ ഖുർആൻ കൊണ്ട് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ കിട്ടുക. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളിങ്ങനെ കുറേ കാലം ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ദിവസം നല്ല ഹാഫിളാവും ഇൻഷാ അല്ലാഹ്, അല്ലേ? അടി കൊണ്ട് ഒരു ദിവസം എന്താവും? അല്ലെങ്കിൽ കുറേ വർത്താനെല്ലാം കേൾക്കണമെല്ലാം കേട്ട്, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തെല്ലാം കേട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ചിലപ്പോൾ ആയേക്കാം. പക്ഷെ അത് ആയാലും ചിലപ്പോൾ എന്തുണ്ടാവില്ല, നമുക്ക് ലക്ഷ്യമില്ല എങ്കിൽ നേരത്തെ ആ ട്രെയിനിൽ കയറിയ ആളെ അവസ്ഥയായിരിക്കും. എവിടത്തേക്കാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അവസാനം പറയും, പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഉപ്പ കൊണ്ടുപോയി എന്നെ ഹാഫിളാക്കിയിട്ട് ഞാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലായി എന്ന് പറയും. അല്ലാഹ് നമുക്ക് ആക്കട്ടെ. കാരണം ഹിഫ്ള് പഠിച്ച് നബിതങ്ങൾ കളവ് പറയോ? സത്യം മാത്രമല്ല പറയുള്ളൂ, അല്ലേ? നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ടോപ്പിലുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡോക്ടർമാർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, ജഡ്ജ് തുടങ്ങി ഇങ്ങനെ ഒരുപാട് നീണ്ട വരികളുണ്ടാവും. അപ്പോൾ ഒരാൾക്ക് ഓരോ റെസ്പെക്റ്റ് നമുക്ക് കൊടുക്കും, അല്ലേ? ഇപ്പോൾ ഒരു മന്ത്രി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ സ്വീകരിക്കാം? ഒരു മന്ത്രി ഇവിടെ വരുന്നുണ്ടെങ്കിൽ, ഒരു പ്രൈം മിനിസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം ഇവിടെ പോലീസുകാർ വരും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഇവിടെ എല്ലാം അന്തരീക്ഷമൊക്കെ നോക്കും. എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ അവരെന്താക്കുള്ളൂ, ഇങ്ങോട്ടേക്ക് വരാനുള്ള എല്ലാ അലൗഡ് ചെയ്യുള്ളൂ. അപ്പോൾ ആളുടെ സ്റ്റാറ്റസ് കൂടുന്നതനുസരിച്ചിട്ട് അവർക്ക് എന്തുണ്ടാവും? പ്രൊട്ടക്ഷനും പവറും ഒക്കെ കൂടും. അപ്പോൾ നബിതങ്ങൾ പറയുകയാണ്, ഇതിനേക്കാളും ടോപ്പിൽ നിങ്ങൾ എന്തെല്ലാം വെക്കാൻ പറ്റുമോ അതിനേക്കാളും ടോപ്പിൽ ഏറ്റവും ഫസ്റ്റ് എന്ത് വെക്കണം? ഈ ഖുർആൻ വെക്കണം. ഇത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഖുർആൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ലോകം മുഴുവൻ നിങ്ങൾക്ക് കിട്ടിയതിന് തുല്യമാണ്. നമുക്ക് കിട്ടുന്നുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? മംഗളത്തിന് പോകുമ്പോൾ ഓരെല്ലാം കളിക്കുന്നുണ്ടാവും, എൻ്റെ ചങ്ങായിമാർ നല്ല മൊഞ്ചിൽ നല്ല ഡ്രസ്സെല്ലാം ഇട്ട് എല്ലാം അങ്ങനെ പോകുന്നുണ്ടാവും. നമ്മൾ ഈ കോലത്തിൽ തന്നെ, നമുക്ക് ആരും വിലയുണ്ടാവില്ല. ചിലപ്പോൾ നമ്മളെ മനസ്സ് പറയുന്നതാണേ, സത്യാവസ്ഥ അതല്ല. അല്ലെങ്കിൽ മറ്റോ നല്ല ഫോണൊക്കെ എടുത്ത് നല്ല വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ നല്ല ചെത്തി നടക്കുന്നുണ്ടാവും. എന്നെ ആർക്കും വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം സ്വന്തമായിട്ട് കുറ്റബോധം. ഇതാണ് ഇപ്പം നിലവിൽ നമ്മൾപ്പെട്ട പല ആൾക്കാർക്കുള്ളൊരവസ്ഥ. അപ്പം ഇതൊക്കെ മാറി എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഗിഫ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ പറയണം, കോഴിനെ കണ്ടിട്ടില്ലേ? കോഴിനെ കണ്ടിട്ടില്ല? എല്ലാവരും കാണാത്താരം കണ്ടാ? കോഴി അതിങ്ങനെ അതിൻ്റെ ഇര കൊത്തി എടുക്കുന്നുണ്ടോ? എങ്ങനെ കൊത്തൽ? ആദ്യം വന്ന് അതിൻ്റെ കാലിനെ കൊണ്ട് ഇങ്ങനെ മണ്ണിങ്ങനെ ചിള്ളി, ചിറകിനെ കൊണ്ട് ഇങ്ങനെ ചിള്ളി മാറ്റിയിട്ട് എന്തോ ഒന്ന് കൊത്തിയെടുക്കുന്നുണ്ട്. ആ സാധനം ചിലപ്പോൾ നമ്മൾ പോയിട്ട് ഇങ്ങനെ പരതിക്കാൻ നമുക്ക് കിട്ടൂല. അരങ്ങത്തെ പരതി നോക്കിയിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ നമ്മൾ പോയിട്ട് പരതി ഒന്നും കിട്ടൂല. ആ സ്ഥലത്ത് കോയിനിട്ടാൽ കോഴി എന്ത് ചെയ്യും? ഇങ്ങനെ ചിള്ളി മാറ്റി സാധനം കറക്റ്റ് എടുത്ത് കൊത്തുന്നുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ എത്രയോ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളെക്കാളും നല്ല കപ്പാസിറ്റിയുള്ള, നിങ്ങൾ സ്കൂളിൽ നിങ്ങളെക്കാളും നല്ല ക്വാളിറ്റിയുള്ള, നല്ല മാർക്ക് വാങ്ങിച്ച, നല്ല വലിയ വീടുകളിൽ എത്രയോ കുട്ടികളുണ്ടായി, നിങ്ങളെ സമപ്രായക്കാരായ ആൾക്കാർ. അള്ളാഹ് അവർക്കൊന്നും ഈ ഖുർആൻ പഠിക്കാനുള്ള ഭാഗ്യം അള്ളാഹ് കൊടുത്തിട്ടില്ല. ഈ കോഴി ചിള്ളി മാറ്റിയ മാതിരി സ്കൂളിൽ
50 കുട്ടികളുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറേ എണ്ണത്തിനെ ചിള്ളി മാറ്റി, നമ്മളെ കുടുംബത്തിൽ 4-5 കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ ചിള്ളി മാറ്റി അള്ളാഹ് ഒരാളിങ്ങനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഖുറാനിന് വേണ്ടി എന്ത് ചെയ്തിരിക്കുകയാണ്? സെലക്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടൂല. അപ്പോൾ ഈ ഖുർആനെ എങ്ങനെ പഠിക്കാം, ഇത് എനിക്ക് കിട്ടിയാൽ എനിക്ക് അതിനുള്ള ബെനിഫിറ്റ് എന്താണ്? അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് വേണ്ടേ? നമുക്കൊരു ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിഗ്രി കൊണ്ട് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ വലിയ ആവശ്യമുണ്ടോ? വലിയ ഉപകാരമുണ്ടോ? അപ്പോൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് വേണം. ഇതെനിക്ക് കിട്ടിയുള്ള ബെനിഫിറ്റ് എന്താണ്, ഇതെനിക്ക് എങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. മുമ്പ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ നമ്മൾ നാസൻ്റെ സമയത്ത് ബ്രേക്ക് വിട്ട സമയത്ത് പോയി അങ്ങനെ ജസ്റ്റ് ക്ലാസ്സിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കുട്ടീൻ്റെ ഡെസ്കിൽ ഖുറാൻ പഠിക്കും ഡെസ്കിലുണ്ട് ഒരു ബുക്കാണ്. ആ ബുക്കിൽ തുറന്നു നോക്കിയപ്പോൾ പുതിയ കുട്ടിയാണ്. ഞാൻ പഠിക്കാൻ പോയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് ആൾ വരുന്നത്. പോയി നോക്കുമ്പോൾ അലിഫ്ലാമിൻ്റെ 3ാമത്തെ കാജൂസ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. നോട്ടിൽ പെന്നുകൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആരാന്ന് എന്താണെന്ന് അന്വേഷിച്ച് കാജൂസ് കേട്ടോ 5 പേജ്. അങ്ങനെ കുറച്ചും കൂടി നോക്കുമ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ വീണ്ടും പഠിക്കുന്ന പല ഭാഗങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടീനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ ആളുകൾ നിൽക്കുന്നത് നമ്മൾ താമസിച്ച് പഠിച്ചാണ്, സ്റ്റേ ആണ്. പക്ഷെ ആ കുട്ടി എന്തല്ല, സ്റ്റേ അല്ല, ഡേ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. രാവിലെ വന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോവും. ആൾക്ക് ഭയങ്കരമായ ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ കളിയാക്കും, നല്ല ഓർമ്മയുണ്ട്, നന്നായിട്ട് കളിയാക്കും ആ കുട്ടിയെ. എനിക്ക് ഇങ്ങനെ ഒന്നും പഠിച്ചാൽ എന്താവില്ല, എവിടെ എത്തൂല, പഠിക്കാൻ കഴിയില്ല, പലതും കളിയാക്കും, പല രീതിയിലും ബാക്കിൽ നിന്ന് ഇങ്ങനെ വലിക്കായിരുന്നു. പക്ഷെ ആ കുട്ടി എന്നെക്കൊണ്ട് പറ്റും. അതാണ് ഇന്നത്തെ ഇവിടുത്തെ ക്ലാസ്സിനൊരു പ്രത്യേകത. ഐ ക്യാൻ, എനിക്ക് പറ്റും, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിയെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ഇത് എന്നെക്കൊണ്ട് പറ്റും എന്ന രീതിയിൽ ഖുർആൻ വീട്ടിൽ പോയിരുന്ന് ഇങ്ങനെ പഠിച്ച് 9 മാസം തികയുന്നതിന് മുമ്പ് ആ കുട്ടി ഹിഫ്ള് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾക്ക് ആകെ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ 9 മാസം കൊണ്ട് ഹിഫ്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ വർഷം തന്നെ ആലിം കോഴ്സ് 1ാം വർഷം പഠിക്കാണ്ട് നേരെ 2ലേക്ക് ചാടി എൻ്റെ ക്ലാസ്സിലേക്ക് വന്നിരുന്നു. ഞാനന്ന് 2ാം ക്ലാസ്സിലായിരുന്നു. എൻ്റെ ക്ലാസ്സിലേക്ക് വന്നിരുന്നു. അവിടെ മുതലുള്ള യാത്രയിലും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നേടിയെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ത്യാഗങ്ങൾക്ക് പിറകിൽ പരിഹാസങ്ങൾക്ക് പിറകിൽ. അപ്പോൾ അവരുടെ ആ ഫ്രണ്ടിൻ്റെ ആ കൂട്ടുകാരൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചൊരു പാഠമാണ്, ഉയർച്ചകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് കേൾക്കേണ്ടി വരും? കുറേ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും. കല്ല് വാല്യൂ ഉള്ള കല്ലാവണമെങ്കിൽ എന്തായിരിക്കണം? റോഡിൽ പോകുന്ന കല്ലിന് വില ഉണ്ടാവോ? ഒരു കല്ല് വാല്യൂ ഉള്ളതാവണമെങ്കിൽ ആ കല്ല് എൻ്റെ പുറത്ത് അടികൊള്ളാൻ വേണ്ടി തയ്യാറാവണം. അടി എങ്ങനെ കൊള്ളാം? തട്ടാൻ വന്നിട്ട് എന്ത് ചെയ്യും? മുട്ടിയൊക്കെ വെച്ച് ഉളിയൊക്കെ വെച്ച് ഇങ്ങനെ അടിച്ച് അതിനെ കാണാൻ വേണ്ടി നല്ല രസമുള്ള ഒരു മോഡലിലേക്ക് മാറ്റുമ്പോഴാണ് ആൾക്കാരെന്ത് ചെയ്യും? ടൂർ എന്ന പേരും പറഞ്ഞിട്ട് അവിടത്തേക്ക് പൈസയിലും കൊടുത്തിട്ട് കാണാൻ വേണ്ടിയിട്ട് പോവും. അടികൊള്ളാൻ വേണ്ടി തയ്യാറായപ്പോൾ അടികൊള്ളാൻ തയ്യാറായിട്ടില്ലെങ്കിലോ അതിന് വലിയ വില ഉണ്ടാവില്ല, ആളുകളും അല്ലേ? അപ്പം അങ്ങനെ പഠിച്ചു, ഹിഫ്ള് കംപ്ലീറ്റ് ചെയ്തു, മദനി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. അതിനുശേഷം കല്യാണത്തിന് ശേഷം പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന അവിടുന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഇരുന്നിട്ട് എന്ത് ചെയ്തു? ഇഫ്താവും കൂടി മുഫ്തിയും കൂടി ആയി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? അതിൻ്റെ കൂട്ടത്തിൽ തന്നെ BA സൈക്കോളജിയും പ്രത്യേകിച്ചിട്ട് CBT എന്ന് പറയും. CBT ഉസ്താദ് മുഫ്തി സൊഫ മൗലവി അവരാണ് എന്താക്കുക ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് അവരുടെ ജീവിത അനുഭവങ്ങളിൽ കൂടി വെറുതെ ഞാനൊക്കെ ഇവിടെ കിടന്ന് പ്രസംഗിക്കുന്നവരെ വെറുതെ പറയുന്നതായിരിക്കില്ല. അവരെന്തായിരിക്കണം ശരിക്കും അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ വേണ്ടതുപോലെ എന്ത് ചെയ്യുക? ഉപയോഗിച്ചവർക്ക് എന്തുണ്ടാവും? അതിൻ്റെ മാറ്റം ജീവിതത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? പേഴ്സണലായിട്ട് മോട്ടിവേഷൻ ക്ലാസ്സുകളും കൗൺസിലിങ്ങും ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് ലീവിൻ്റെ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? അത് ഉപയോഗിക്കാൻ വേണ്ടി ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ നീട്ടിപ്പോകുന്നില്ല, ഞാൻ അവർക്ക് സദസ്സ് കൈമാറാൻ വേണ്ടി പോവാണ്. എന്നെ ഏൽപ്പിക്കപ്പെട്ട വിഷയം ഈ സദസ്സിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഖിറാഅത്ത് ഓതിയ അബ്ദുള്ള അവരുകൾക്കും
അതേപോലെ ഉദ്ഘാടനത്തിൽ നിൽക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ അതുപോലെ നമ്മുടെ സക്കരിയ താണപ്പള്ളിയുടെ പ്രസിഡൻ്റായ മുനീർ സാഹിബിനും ശേഷയുടെ വിഷയം അവതരിപ്പിക്കുന്ന മുഫ്തി സൊഫ മൗലവി അവറുകൾക്കും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യണം ഒറ്റ വാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊള്ളാണ്. അടുത്തതായി നമ്മുടെ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് മുനീർ സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു.